ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്സ് എന്നൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ വാട്ട് ഇസ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഇതെല്ലാമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്താണെന്ന് നോക്കാം. Inventory turnover ratio. The material turnover ratio is also known as the inventory turnover ratio. It is the ratio of cost of materials consumed during a given period of the average stock during that period. It indicates that the speed with which the raw materials have been consumed in production. അതായത് റോ മെറ്റീരിയൽസ് എത്രത്തോളം വേഗത്തിൽ തന്നെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ പേർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് ഇൻവെൻട്രി ടേൺഓവർ റേഷ്യോ. ഇറ്റ് ഗിവ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ഇൻ എ ഇയർ സ്റ്റോക്ക് ഈസ് യൂസ്ഡ് അപ്പ് ആൻഡ് റിപ്ലെനിഷ്ഡ്. എത്ര തവണ സ്റ്റോക്കിനെ റിപ്ലെനിഷ് ചെയ്യണം, യൂസ് ചെയ്യുന്നുണ്ട് എന്നതാണ് ആ നമ്പർ ഓഫ് ടൈംസ് ആണ് കാണിച്ചു തരുന്നത്. ഇൻ ഷോർട്ട്, ഇറ്റ് ഷോസ് ദ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽസ്. Stock turnover ratio is also called as stock velocity, and stock turnover ratio can be calculated as cost of material consumed divided by average stock. Cost of material consumed എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? Opening stock plus purchases minus closing stock, and average stock equal to opening stock plus closing stock divided by 2. നമുക്ക് average stock കിട്ടും. ഇൻ ഡേയ്സിൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 365 ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ്. അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ഡേയ്സിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് അവർ ദ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹൈ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ എന്താണ് അർത്ഥം വരുന്നത്? മെറ്റീരിയൽസ് ആർ ഫാസ്റ്റ് മൂവിങ്, ലോവർ ഒബ്സോളസൻസ്, ലോവർ ആവറേജ് ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് മെറ്റീരിയൽ ലോസസ് എക്സെട്ര. A lower turnover ratio, on the other hand, indicates that materials are slow moving, higher obsolescence, larger average carrying cost and material losses, excess stock എന്നാണ് അർത്ഥം. അതായത് അധികം ടൈം എടുക്കുന്നുണ്ട്, വേഗം തന്നെ പ്രൊഡക്ഷനിലേക്ക് കൺസ്യൂം ചെയ്യുന്നില്ല, വേഗം തന്നെ എന്താണ് സ്റ്റോക്കിൽ നിന്ന് മാറുന്നില്ല എന്നാണ് അർത്ഥം ലോവർ ടേൺ ഓവർ ആണെങ്കിൽ. See the example 9. Calculate the turnover ratio of two items and put forward your comments on them. Opening stock purchases during the year, closing stock are given. Material A and B 40,000, 2,08,000, 24,000. For material B it is 36,000, 1,08,000 and 48,000. And first we have to calculate the cost of material consumed. അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? Opening stock plus purchases minus closing stock. By doing that, we will get the cost of material consumed. For material A, it is 2,24,000. For material B, it is 96,000. Then we have to find out the average stock. Average stock equal to opening stock plus closing stock divided by 2. For material A, the average stock is 32,000, and for B, it is 42,000. Then we have to calculate that particular ratio, that is cost of material consumed divided by average stock. For material A, the cost of material consumed is 2,24,000. So 2,24,000 divided by the average stock is 32,000. 2,24,000 divided by 32,000 7 times. And for B, it is 2.3 times. ഇനി ഡേയ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? 365 divided by the inventory turnover ratio in times. That is 365 divided by 7 and 365 divided by 2.3. അപ്പോൾ നമുക്ക് 52 ഡേയ്സിനാണ് മെറ്റീരിയൽ എ കിട്ടിയത്. മെറ്റീരിയൽ ബി ഇസ് ടേക്കിംഗ് 159 ഡേയ്സ്. അതായത് എന്താർത്ഥം? മെറ്റീരിയൽ എ ആണ് കുറച്ചുകൂടി ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത്, കാരണം അതിൻ്റെ ടേൺ ഓവർ റേഷ്യോ ഈസ് ഹയർ. കാരണം അത് സ്റ്റോക്കിൽ 52 ഡേയ്സ് മാത്രമേ കിടക്കുന്നുള്ളൂ. ബട്ട് മെറ്റീരിയൽ ബി ഒരു 159 ഡേയ്സ് ആണ് സ്റ്റോക്കിൽ കിടക്കുന്നത്. അതായത് പ്രൊഡക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാതെ സ്റ്റോക്കിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ നമുക്ക് എന്താണ് ലോ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്ലോ മൂവിങ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ബി ആണ്. ദിസ് ഈസ് അവർ ദ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്. അതായത് ഈ ഇൻവെൻട്രീനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. നമുക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോ മെറ്റീരിയൽസ് ആയിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കാം.
അപ്പോൾ ചില റോ മെറ്റീരിയൽസ് നമുക്ക് കുറച്ച് മതിയാവും, ബട്ട് അതിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഇൻ അതർ ടൈംസ് നമുക്ക് ചിലത് വാല്യൂ കുറവായിരിക്കും, ബട്ട് നമുക്ക് അധികം ആവശ്യമുള്ളത് സച്ച് സോർട്ട് ഓഫ് റോ മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വാരീഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യം വരുന്നത്. സോ ഈ ഇൻവെൻറ്ററി മാനേജ് ചെയ്യാൻ വി ഹാവ് സം സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോൾ ടെക്നിക്സ് സച്ച് ആസ് ABC analysis, WED analysis, SAP analysis, FSN, HML analysis, SDA analysis, etc. And here we are going to discuss about the two major analysis techniques. They are ABC analysis and WED analysis. We have already learned about all these analysis. And ആദ്യമാണ് ABC analysis, that is always vector control or alphabetic control എന്ന് പറയുന്നത്. ഇത് ലാർജ് കൺസേൺസിലാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത് ഉണ്ടായിരിക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുന്നു? ഓൾ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഈ ABC അനാലിസിസിലെ എല്ലാ മെറ്റീരിയൽസിനെയും നമ്മൾ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. കാറ്റഗറി A, B and C. On what basis? According to the value basis. Category A includes high value materials. കോസ്റ്റ്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കാറ്റഗറി എയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാറ്റഗറി ബി ഇൻക്ലൂഡ്സ് മീഡിയം ഓർ മോഡറേറ്റ് വാല്യൂ ഓഫ് മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി മെറ്റീരിയൽസ്. കാറ്റഗറി സി ഇൻക്ലൂഡ്സ് ലോവർ വാല്യൂ മെറ്റീരിയൽസ്, അതായത് ലീസ്റ്റ് കോസ്റ്റ്ലി ആയ മെറ്റീരിയൽസ് ആണ്. എ ഇൻക്ലൂഡ്സ് ഹൈ വാല്യൂ മെറ്റീരിയൽ, ബി ഇൻക്ലൂഡ്സ് മീഡിയം ഓർ മോഡറേറ്റ് വാല്യൂ ഓഫ് മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് ലെസ് കോസ്റ്റ്ലി മെറ്റീരിയൽസ്, ആൻഡ് സി ഇൻക്ലൂഡ്സ് lower value materials. According to this technique, a greater or strict control is exercised over category A material. കാരണം എന്താണ്? അതാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത്. A moderate control is exercised over category B material and relatively lesser degree of control over category C material. C material അതാണ് ലീസ്റ്റ് വാല്യൂ ഉള്ളത്. അതുകൊണ്ട് അത് ഒരു ലെസർ ഡിഗ്രി ഓഫ് കൺട്രോൾ ആണ് നമ്മളവിടെ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ABC അനാലിസിസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് അനലിറ്റിക്കൽ ടെക്നിക്കാണ്. അവിടെ റോ മെറ്റീരിയൽസ്, എൻറ്റയർ റോ മെറ്റീരിയൽസിനെ 3 കാറ്റഗറൈസ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദ വാല്യൂ, അക്കോർഡിംഗ് ടു ഇറ്റ്സ് വാല്യൂ. ആൻഡ് ABC അതിൻ്റെ ബേസിസിൽ നമ്മൾ കൺട്രോൾ ലെവൽ വെക്കുന്നു. ഇതിനെയാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ സിസ്റ്റം ഓഫ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറയും. കാരണം നമ്മൾ ഓരോന്നിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 3 categories are given here: A, B, C. Percentage of total. A കാറ്റഗറിയിൽ 10% ഓഫ് ഐറ്റം ഉള്ളൂ, ബട്ട് അതാണ് കോസ്റ്റ്ലിയർ. അതാണ് 70% ഓഫ് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് ആണ് ഈ 10% ഓഫ് ഐറ്റംസ് കൺസ്യൂം ചെയ്യുന്നത്. ആൻഡ് ഫോർ ബി 20% ആണ്, ടോട്ടൽ ഐറ്റത്തിൽ 20% ആണ് ബി കാറ്റഗറിയിൽ വരുന്നത്. അത് 25% ആണ് അതിൻ്റെ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിൻ്റെ 25% ഇൻക്വയർ ചെയ്യുന്നത് ഈ 20% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. ആൻഡ് കാറ്റഗറി സി എന്താണ് കാണിച്ചിരിക്കുന്നത്? കാറ്റഗറി സി 70% ഓഫ് ഐറ്റംസ് ഉണ്ട് അല്ലേ, ബട്ട് എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ഓൺലി 5% ഓഫ് ദ ടോട്ടൽ വാല്യൂ. ടോട്ടൽ വാല്യൂയുടെ വാല്യൂ വൈസ് നോക്കുമ്പോൾ, കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഒരു 5% മാത്രമാണ് ഈ 70% ആയിട്ടുള്ള നമ്പർ ഓഫ് ഐറ്റംസിന് വരുന്നത്. ക്ലിയർ? ഇതിനെയാണ് ABC analysis എന്ന് പറയുന്നത്. ABC analysis also called as proportional parts value analysis or demand and supply method, and it is also known as Pareto analysis. Pareto's analysis എന്ന് കൂടി നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. And this is about ABC analysis. And come to the next analysis technique, that is WED analysis. WED, WED analysis. ഇത് കുറച്ചും കൂടി സ്പെയർ പാർട്സ്, ഓയിൽസ്, ലൂബ്രിക്കൻസ് അതുപോലെയുള്ള റോ മെറ്റീരിയൽസിനാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് WED അനാലിസിസ്. ആൻഡ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പെയർ പാർട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ക്ലാസിഫൈ ചെയ്യുന്നു: വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. വൈറ്റൽ സ്പെയർസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? വൈറ്റൽ സ്പെയർസ് ആർ ദോസ് വിച്ച് ആർ വെരി ക്രിട്ടിക്കൽ ഫോർ ദ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളതാണ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്ഷൻ ബ്രേക്ക് ആവും, മാത്രമല്ല നമുക്കൊരു ഹെവി പ്രൊഡക്ഷൻ ലോസ് ഉണ്ടായിരിക്കും. ഇഫ് ദീസ് ആർ ഔട്ട് ഓഫ് സ്റ്റോക്ക്, ഇറ്റ് വിൽ ലീഡ് ടു ഇമ്മീഡിയറ്റ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ആൻഡ് ഹെവി പ്രൊഡക്ഷൻ ലോസ്. The next category is the essential spares. Essential spares are those which are very important. But ഇത് ഇല്ലെങ്കിൽ, without this,
പ്രൊഡക്ഷൻ ക്യാൻ ബി ഡൺ ഓൺലി ഫോർ ഫ്യൂ hours or a day. ഒരു ദിവസം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ബട്ട് ലോങ് പീരീഡിലേക്ക് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആവും. സ്റ്റിൽ നമുക്ക് ബിഗിനിങ് ആണെങ്കിൽ നമുക്കൊരു 1 day അല്ലെങ്കിൽ ഫ്യൂ ഹവേഴ്സിന് എസെൻഷ്യൽ സ്പെയർസ് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ദ തേർഡ് കാറ്റഗറിയാണ് ഡിസൈറബിൾ സ്പെയർസ്. പ്രത്യേകത എന്താ? Are those which are required for production but factory can manage without them for some times, say a week or even before, because they have some substitutes. Desirable spares ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ ആവശ്യമുള്ളതാണ്, ബട്ട് അത് എങ്ങാനും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ കൂടി ഫാക്ടറിക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. വൈ? ബിക്കോസ് ഇറ്റ് ഹാസ് സം സബ്സ്റ്റിറ്റ്യൂട്ട്. ആ ഡിസൈറബിൾ സ്പെയർസിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്താണ് മാനേജ് ചെയ്യാൻ പറ്റും. ഫാക്ടറിക്ക് അതില്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും വാല്യൂബിൾ ആയിരിക്കുന്നത് ഇതിലായിരിക്കും വൈറ്റിലാണ് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഗ്രേറ്റർ കൺട്രോൾ, ഗ്രേറ്റർ അറ്റൻഷൻ നമ്മൾ വൈറ്റൽ സ്പെയർസിന് കൊടുക്കണം. അപ്പോൾ വെയ്റ്റ് അനാലിസിസ് പറയുന്നത് ഹിയർ ദ സ്പെയർ പാർട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. അങ്ങനെ 3 കാറ്റഗറീസ് ആക്കുന്നു. ക്ലിയർ? ദെൻ അടുത്തൊരു ടെക്നിക്ക് പറയുന്നതാണ് aging schedule of inventories. And what is this? A schedule in which inventories are classified according to the period of their holding in the stores is called aging schedule of inventory. നമ്മൾ എത്ര ടൈം ആ ഒരു ഇൻവെൻട്രി സ്റ്റോർ ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്, ആ ഒരു ടൈം വെച്ച് വരുന്ന ഷെഡ്യൂൾ തയ്യാറാക്കുന്നതിനാണ് ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. It shows the age of inventories or the period for which inventories are lying in stock together with the percentage of each inventory of total inventory. ഇത് പീരീഡിൽ എത്ര നാളായിട്ട് നമ്മുടെ സ്റ്റോക്കിലുണ്ടെന്ന് മാത്രമല്ല ടോട്ടൽ ഇൻവെൻട്രിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻവെൻട്രി എന്നും കൂടി അത് കാണിച്ചു തരുന്നുണ്ട്. It helps to identify the rate at which the various inventories are consumed. This will help in identifying the slow-moving inventories. This will further help in effective control and management of inventories. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏജ് ക്ലാസിഫിക്കേഷൻ ഡേയ്സിലാണ്. 0 to 15 ഡേയ്സ് വരെ ഹോൾഡ് ചെയ്യുന്നത്, 16 to 30, 31 to 30, 45, 46 to 60 ആൻഡ് 60 ആൻഡ് above. ഇങ്ങനെയാണ് ഏജ് ക്ലാസിഫിക്കേഷൻ. എന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്? ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് പർച്ചേസ് ഓഫ് മാനുഫാക്ചർ ഇങ്ങനെ ഡേറ്റ് കൊടുത്തിരിക്കുന്നു. എമൗണ്ട്, എത്രയൊക്കെ എമൗണ്ടിൻ്റെ ആണ് സംഭവം അവിടെ സ്റ്റോക്കിലുള്ളത്. ദെൻ പെർസെൻറ്റേജ് ടു ടോട്ടൽ, എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ടോട്ടലിൽ നമുക്കുള്ളത്. ഇതിലെന്താണ് മനസ്സിലാവുന്നത്? ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് 60% ഓഫ് ഐറ്റംസ് ആർ കൺസ്യൂംഡ് വിത്തിൻ 30 days. അതായത് 0 to 15 വരെ നമുക്ക് 25% ആണ് ടോട്ടൽ സാധനങ്ങളിൽ 25% ആണുള്ളത്. 16 to 30 ഡേയ്സ് വരെ കെപ്റ്റ് ചെയ്യുന്നത് 35% ആണ്. അപ്പോൾ ഇൻ ടോട്ടൽ 60% ഓഫ് റോ മെറ്റീരിയൽസ് നമ്മൾ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. റോ മെറ്റീരിയൽസ് മാത്രമായിരിക്കണം എന്നില്ല, ആ ഒരു ഇൻവെൻട്രി 30 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ബട്ട് ഒരു 5% ഓഫ് ഐറ്റംസ് ആർ ഓൾഡർ ദാൻ 60 ഡേയ്സ്. ബാക്കി ഒരു 5% അത് കൺസ്യൂം ചെയ്യുന്നത് 61 ആൻഡ് എബോവ് ആണ്. അപ്പോൾ അതിനാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത്. ഭയങ്കര സ്ലോ മൂവിങ് ആയിട്ടുള്ള ഐഡലായിട്ട് കൂടുതൽ ടൈം ഇൻവെൻട്രിയിൽ സ്റ്റോക്കായി കിടക്കുന്നതാണ് ആ 5%. 61 ആൻഡ് എബോവ് ഓൾഡർ ആയിട്ട് കിടക്കുന്നുണ്ട്, അത്രയും ദിവസം സ്റ്റോക്കായിട്ട് കിടക്കുന്നുണ്ട്. ക്ലിയർ? ഇതാണ് നമ്മുടെ ഏജ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻട്രീസ്. ക്ലിയർ? ദെൻ അടുത്തതാണ് ദി സ്റ്റോക്ക് വെരിഫിക്കേഷൻ. മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതെല്ലാം കൺസ്യൂം ചെയ്യണമെന്നില്ല. നമുക്ക് മെറ്റീരിയൽ ലോസസ് വരുന്നുണ്ടോ, അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ദി സ്റ്റോക്ക് വെരിഫിക്കേഷൻ. ദാറ്റ് ഈസ് ദ ഇൻവെൻട്രി സിസ്റ്റം. മെയിൻലി രണ്ട് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ദ പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പെർപെച്വൽ ഇൻവെൻട്രി സിസ്റ്റം. പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? Under periodic stock verification, the entire stock will be verified at a regular interval, at a periodic interval. ഒരു പീരിയോഡിക് ഇൻ്റർവെല്ലിലായിരിക്കും അതിനെ വെരിഫൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് യൂഷ്വലി വൺസ് ഇൻ എ ഇയർ, അത് അക്കൗണ്ട്സ് ഒക്കെ ക്ലോസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആയിരിക്കാം. വൺസ് ഇൻ എ ഇയർ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില സമയത്ത് ചില കമ്പനീസിലെ ഹാഫ് ഇയർലി ആയിട്ടും ഇത് ചെയ്യാറുണ്ട്. ഈ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്താറുണ്ട്. അതിനാണ് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദിസ് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം?
under periodic stock verification, the entire stock is verified at a time at periodic intervals, usually once in a year. ഓക്കെ, ഇതിനാണ് പീരിയോഡിക് സ്റ്റോക്ക് ടേക്കിംഗ് ഓർ പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് എങ്ങനെ ചെയ്യുന്നത്, മെത്തേഡ് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ എൻറ്റയർ മെറ്റീരിയൽ ഈസ് ഫിസിക്കലി കൗണ്ടഡ് and the value of closing stock is ascertained for the purpose of preparation of final accounts. ഫിസിക്കലി കൗണ്ട് ചെയ്യുകയാണ്. ഈ ഫിസിക്കൽ കൗണ്ടിങ് സ്റ്റോക്ക് ടേക്കിംഗ് ടൈമിൽ ഫാക്ടറി ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസിനൊന്നും ഇത് സൂട്ടബിൾ അല്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് മെത്തേഡ്, ദാറ്റ് ഈസ് ദ പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റം. പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റം ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ the system of material control on a continuous basis while the material is in storage is called as perpetual inventory system. Continuous ആയിട്ട് നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് നടത്തുന്നു. ഇവിടെ ആക്ച്വൽ സ്റ്റോക്കിനെ എപ്പോഴും കണ്ടിന്യൂസ്ലി നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ റെക്കോർഡ്സ് വെച്ച് കമ്പയർ ചെയ്ത് ഓർഡർലി ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റം. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടൈംസ്, മറ്റേ നമുക്ക് വൺസ് ഇൻ ഇയർ ആണ് ഈ സ്റ്റോക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇത് അറ്റ് ഓൾ ടൈംസ് നമുക്ക് സ്റ്റോക്ക് പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. അതായത് എത്ര ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്സ് നമ്മുടെ കയ്യിലുണ്ട്, അത് വാല്യൂ എത്രയാണ് നമുക്ക് വരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത് പറ്റും. അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് നേച്ചർ ഉണ്ട്. അതുകൊണ്ട് ഇത് പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റമാണ് കൂടുതൽ ബെറ്റർ ടെക്നിക്. ബട്ട് ഒരു സ്മോൾ ഓർഗനൈസേഷനിലൊക്കെ പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റമാണ് അപ്ലിക്കബിൾ ആയിരിക്കും. Then coming to the next inventory technique, that is JIT, just in time inventory technique. ഇതൊരു മോഡേൺ ഇൻവെൻട്രി കൺട്രോൾ ടെക്നിക്കാണ്. ജാപ്പനീസ് മോട്ടോർ കമ്പനി ടൊയോട്ടയാണ് ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ദ സിസ്റ്റം എയിംസ് അറ്റ് മിനിമൈസിങ് ഇൻവെൻട്രീസ് ഓഫ് റോ മെറ്റീരിയൽസ് വർക്ക് ഇൻ പ്രോഗ്രസ്. റോ മെറ്റീരിയൽസും വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇൻവെൻട്രീസ് മിനിമൈസ് ചെയ്യുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയിം. It also aims at eliminating wastage from every aspect of manufacturing and its related activities. അതായത് ഇവിടെ എല്ലാ തരത്തിലുള്ള വേസ്റ്റും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ റോ മെറ്റീരിയൽസുള്ള ഇൻവെൻട്രീസ് മിനിമൈസ് ചെയ്യുക എന്നതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്. ആൻഡ് കോർ ഏരിയാസ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കോർ കോൺസെപ്റ്റ്സ്, കോർ ഏരിയാസ് പറയുന്നതാണ് ഓവർ പ്രൊഡക്ഷൻ, വെയിറ്റിംഗ് ടൈം, ട്രാൻസ്പോർട്ട്, processing, inventory, quality, motion, etc. And the term JIT, just in time, refers to producing only what is needed when is needed in just the quantity needed. And according to SIMA terminology, JIT, just in time, is a technique for the organization of workflows to allow rapid, high quality, flexible production whilst minimizing manufacturing waste and stock levels. അതായത് ആ ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് ഓപ്പറേഷൻസ് എൻഷുർ ചെയ്യുന്നുണ്ട്, ഫ്ലെക്സിബിൾ പ്രൊഡക്ഷനാണ്, ബട്ട് വേസ്റ്റേജ് ഒക്കെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതാണ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം. ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ മാനേജ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ എല്ലാ കോൺസെപ്റ്റും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു.